ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അസൈൻമെൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലെ പേജൊക്കെ എടുക്കുക, ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് എടുക്കുക. ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റണ, നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്ക്വയർ പീസസ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതേപോലെ സ്ക്വയർ ആയിട്ട് കുറേ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. നിങ്ങൾക്ക് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മോഡലിലാണ് നമ്മൾ ഇതും ചെയ്യണത്. എന്നാലും ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എന്തായാലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറേ പീസസ് പോലെ ബാക്കിയൊക്കെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ഒരെണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് വരുന്ന ബാക്കി പീസും കൊണ്ടൊക്കെ എന്ത് ചെയ്യും. നമുക്ക് പലതും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഗ്ലിറ്ററൊക്കെ ഇട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ വൈറ്റ് പേപ്പറിൻ്റെ ആകുമ്പോൾ എല്ലാം വൈറ്റ് കളറായിരിക്കുമല്ലോ. വേറെ എന്തെങ്കിലും കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല കളർ കിട്ടുമ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പഴയ നോട്ടീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു പേപ്പർ ചുരുട്ടിയെടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ആ ഒരു ഗിഫ്റ്റൊക്കെ പൊതിയാനായിട്ട് എടുക്കണം ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസായിട്ട് ഇതിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേപ്പറും കൊണ്ട് തന്നെ ഇതുപോലെ ചുറ്റാന്ന് വെച്ച് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു നോട്ടീസുമ്പോൾ ചുറ്റിയിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമുക്ക് സാധാരണ കളർ പേപ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ ഒരു പേപ്പറും കൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ് പേപ്പർ അല്ലല്ലോ, ഭയങ്കര ഗ്ലിറ്ററായിട്ട് അത് ഇതുപോലെ തെന്നി പോകുന്ന ആ ഒരു ടൈപ്പ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഇതുപോലെ ചെയ്തെടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് കളർ പേപ്പറാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പച്ച കളറൊക്കെ ചുറ്റാട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇത്തിരി പശ എടുത്തിട്ട് ഇതുപോലെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് കീറി കൊടുത്തിട്ട് അതുമേ പശ വെച്ചിട്ടാലും ഒട്ടിച്ചാൽ മതി. പിന്നെ ഇതുപോലെയൊക്കെ മേലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ താഴെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് മുകളിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ പേനയാണോ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത്. ഇപ്പോൾ CD മാർക്കറാണ്, CD മാർക്കർ വേണമെന്നില്ല, പേന മതി. നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഒത്തിരി കൂടി ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പേനയൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ പല സൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരേ സൈസിൽ തന്നെ ഇങ്ങനെ കയറ്റിയിറക്കിയൊക്കെ വെക്കുകയാണെങ്കിലും അതും ഭംഗി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ പേന ഇത്തിരി പഴയതായതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ ഇത്തിരിയും കൂടി വലിപ്പമുള്ള നിബുള്ളതാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ട്രൈ ചെയ്യണ പിക്കൊക്കെ എനിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡി ഞാൻ കുറേ നാളൊക്കെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ടൈമില്ലാത്തതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ടുള്ള ടൈം കിട്ടാറില്ല. എന്നാലും ഇതിൻ്റെ ഇടയിൽ ഏതായാലും ഇട്ടേക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ക് ഏതെങ്കിലും അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അയച്ചേക്കും. പിന്നെ ആരുടെയെങ്കിലും മെയിലിൽ ഞാൻ കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന് താഴെ നിന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഞാൻ അപ്പോൾ തന്നെ നോക്കിക്കോളാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്, 3 സെക്കൻഡ് എന്തോ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ ഒരു ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഐഡിയ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയ ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.